السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. അല്ലാഹു തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത്. പ്രത്യേകിച്ച് നമ്മുടെ കരങ്ങളിലുള്ള സമ്പത്ത് ഇത് അല്ലാഹു നൽകിയ നിഅമത്താണ്. എത്ര സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും എല്ലാവർക്കും സമ്പത്ത് എന്ന നിഅമത്ത് അല്ലാഹു നൽകിയതാണ്. അതൊരടിമ അവൻ തൃപ്തിപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ അല്ലാഹു അതിനെ നിലനിർത്തുകയും അതിൽ അല്ലാഹു തആല ഐശ്വര്യം നൽകുകയും ചെയ്യും. ഇനി അതല്ല, ഒരടിമ അല്ലാഹു നൽകിയ സമ്പത്തിനെ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ, അല്ലാഹുവിൻ്റെ വെറുപ്പിൻ്റെ വഴിയിൽ ചെലവഴിച്ചാൽ അത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഐശ്വര്യം നഷ്ടപ്പെടാൻ കാരണമായി തീരുകയും ചെയ്യും. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണവും ഇത് തന്നെയാണ്. മുസ്ലിമീങ്ങൾ അല്ലാഹു നൽകിയ സമ്പത്തിനെ തൻ്റെതാണെന്ന് മനസ്സിലാക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ തൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു ദായിറയുടെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ്. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ കച്ചവടം, ഇങ്ങനെ ചെറിയ തൻ്റെ ഒരു റൗണ്ടിനുള്ളിൽ, ഒരു സർക്കിളിനുള്ളിൽ കുടുങ്ങി അതിൽ തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള കൊതിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നു, സമ്പത്ത് സമ്പാദിക്കുന്നു. സത്യത്തിൽ മനുഷ്യൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ, ദുന്യവിയായ ആഗ്രഹമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും തീരാത്തതാണ്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ മനുഷ്യൻ എത്ര സമ്പാദിച്ചാലും മതിയാവുകയില്ല. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഉണങ്ങിയ വിറകിടുന്നത് പോലെയാണ്. ആ തീയിലേക്ക് എത്ര ഉണങ്ങിയ വിറകിട്ടാലും അതിനെ കരിച്ചു കളയുന്നത് പോലെ നാം നമ്മുടെ നഫ്സിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എത്ര സമ്പാദിച്ചാലും ആഗ്രഹം ഒരിക്കലും പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് എന്ന് മുസ്ലിമീങ്ങൾ അല്ലാഹു നൽകിയ സമ്പത്തിനെ മുൻഗാമികളായ സഹാബാക്കൾ ചെലവഴിച്ച രീതിയിൽ ചെലവഴിക്കുന്നു, അല്ലാഹു തആല ആ കാലഘട്ടം അവർക്ക് അല്ലാഹു തആല നൽകിയ വിജയം, കിസ്രയും കൈസറും അവരുടെ മുന്നിൽ മുട്ടുമടക്കിയതുപോലെ ഇന്നും മുസ്ലിമീങ്ങൾ സഹാബാക്കളുടെ രീതിയിൽ സമ്പത്തിനെ ചെലവഴിച്ചാൽ ഇന്നത്തെ കിസ്രയും കൈസറും മുസ്ലിം ഉമ്മത്തെ മുന്നിൽ മുട്ടുമടക്കുന്നതാണ്.
പക്ഷെ നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ചെലവഴിക്കലും സഹാബാക്കളുടെ രീതിയിലാകണം. സഹാബാക്കളുടെ സമ്പാദ്യത്തിൻ്റെയും ചെലവഴിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അവർ ആഖിറത്തിന് വേണ്ടിയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, മുൻഗാമികൾ സഹാബാക്കൾ അവരുടെ പ്രത്യേകത, അവർ ആഖിറത്തിന് വേണ്ടി ചെലവഴിച്ച് ബാക്കിയുള്ളതിനെയാണ് ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചത്. ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ, ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് സമ്പത്ത് ചെലവഴിച്ച് അതിൽ നിന്നും എന്തെങ്കിലും ബാക്കി ലഭിച്ചാൽ അതാണ് ആഖിറത്തിന് ചെലവാക്കുന്നത്. ഇന്ന് ഇതാണ് സഹാബാക്കളെ നമ്മുടെ തമ്മിലുള്ള സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിലുള്ള വ്യത്യാസം. സഹാബാക്കൾ അവർ സമ്പത്ത് ഇല്ലാത്തതിന്റെ പേരിലല്ല ചുരുങ്ങി ജീവിച്ചത്, മറിച്ച് അവർ അവരുടെ സമ്പത്തിനെ എങ്ങനെ ആഖിറത്തിലേക്ക് ബാക്കിയാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു. ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ പരുപരുത്ത റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്നേഹിതൻ കടന്നുപോയി അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. മറ്റൊരു രാജ്യക്കാരനായിരുന്നു. അപ്പൊ അദ്ദേഹം ഖലീഫ കഴിക്കുന്ന ഉണങ്ങിയ പരുപരുത്ത റൊട്ടി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനത്തെ റൊട്ടി കഴിക്കാറില്ല, ഞങ്ങൾ വളരെ മാർദ്ദവമായ റൊട്ടിയാണ് കഴിക്കാറുള്ളത്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, നീ എന്താ വിചാരിക്കുന്നത്? ഉമർ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ മാർദ്ദവമായ റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. പക്ഷേ എൻ്റെ നല്ല വസ്തുക്കളെ ഞാൻ ആഖിറത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എൻ്റെ സുഖങ്ങളെയും എൻ്റെ ദുനിയാവിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഞാൻ ആഖിറത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ഇതാണ് സഹാബാക്കൾ. ഒരിക്കൽ ഒരു വ്യക്തി ധാരാളം മാംസം ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, എന്താ നിങ്ങൾ ഖുർആനിലെ ആയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ആയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അസ്ഹബതും തയ്യിബാതികും ഫീ ഹയാതികും ദുനിയ വസ്തംതഅതും ബിഹാ. നാളെ ആഖിറത്തിൽ നഷ്ടപ്പെടുന്ന ആളുകൾ അവരോട് പറയപ്പെടും, അസ്ഹബതും തയ്യിബാതികും ഫീ ഹയാതികും ദുനിയ. നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ എല്ലാ സുഖങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് ജീവിച്ചു. നിങ്ങൾക്ക് ലഭിച്ച സമ്പത്തും നിഅമത്തും നിങ്ങൾ ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവാക്കി. അതുകൊണ്ട് എല്ലാ സുഖങ്ങളും അവിടെ തീർന്നുപോയി. ഇന്നത്തെ ദിവസം അതുകൊണ്ട് നിങ്ങൾക്കൊരു സുഖവും സന്തോഷവും ഇല്ല, വേദനാജനകമായ ശിക്ഷ മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. അല്ലാഹു തആല നൽകിയ നിഅമത്ത് ഇത് ദുനിയാവിന്റെ നമ്മുടെ സുഖങ്ങളും ആഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം നൽകിയതല്ല. ഇതുകൊണ്ട് എങ്ങനെ ആഖിറം തയ്യാറാക്കാൻ സാധിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ചതും പ്രേരിപ്പിച്ചതും അതിലേക്കാണ്. സഹാബാക്കളുടെ കയ്യിൽ എന്തെങ്കിലും നിഅമത്തുകൾ കണ്ടാൽ ഉടനെ അത് ആഖിറത്തിലേക്ക് വേണ്ടി ബാക്കിയാക്കാൻ തങ്ങൾ പ്രേരിപ്പിക്കുമായിരുന്നു. ദുനിയാവിന്റെ സുഖങ്ങൾക്കും ആർഭാടങ്ങൾക്കും വേണ്ടി ചെലവാക്കാതെ അതിനെ നിങ്ങളുടെ ആഖിറത്തിന് വേണ്ടി ബാക്കിയാക്കി എന്ന് നബി തങ്ങൾ സഹാബാക്കളെ അവരുടെ ചിന്തകൾ അതിലേക്ക് തിരിച്ചുവിടുമായിരുന്നു. ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ വന്നപ്പോൾ ഉയർന്ന തരം ഒരു വിരിപ്പ് കൊണ്ട് വീടിന്റെ വാതിൽക്കൽ മറ ഇട്ടിരിക്കുന്നു. വീട്ടിൽ കടന്നപ്പോൾ മക്കൾ ഹസനും ഹുസൈനും വെള്ളി കൊണ്ടുള്ള ഉയർന്ന തരം ഒരു വളയം ധരിച്ചിരിക്കുന്നു. അവർക്ക് ആരെങ്കിലും ഹദിയ കൊടുത്തതായിരിക്കും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ മടങ്ങിപ്പോയി. ഫാത്തിമ റളിയല്ലാഹു തആല കണ്ടപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി തങ്ങളുടെ മകളാണ്. തങ്ങളുടെ വെറുപ്പും തങ്ങളുടെ അനിഷ്ടവും കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലാവുകയും അത് അടിച്ചു മാറ്റുകയും ആ വളകൾ ഊരി മക്കളുടെ കയ്യിൽ കൊടുത്ത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. തങ്ങൾ അത് സദക്ക ചെയ്യുകയും സാധാരണ നിലയുള്ള വള വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, മോളെ, എൻ്റെ കുടുംബം ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം എടുത്ത് നാളെ ആഖിറം നഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ദുനിയാവിൽ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അത് നമുക്ക് ഉപയോഗിക്കാം, ദീനൊരിക്കലും തടയുന്നില്ല. പക്ഷേ ഒരു മുഅ്മിനിന്റെ മുന്നിൽ ഉണ്ടാകുന്ന ചിന്ത, എൻ്റെ ദുനിയാവിൽ അള്ളാഹു നൽകിയ സമ്പത്തിനെ, ദുനിയാവിന്റെ വസ്തുക്കൾ ഇതെങ്ങനെ ആഖിറത്തിന്റെ വസ്തുവാക്കി മാറ്റാൻ സാധിക്കും? ഇതാണ് ഒരു മുഅ്മിന്റെ ചിന്ത. നമുക്ക് കയ്യിൽ അല്പം പൈസ ലഭിച്ചാൽ ഒരു മുഅ്മിൻ ചിന്തിക്കുന്നത് ഈ സമ്പത്തിനെ എൻ്റെ ആഖിറത്തിന്റെ വസ്തു എങ്ങനെയാക്കി മാറ്റാൻ സാധിക്കും? എനിക്ക് ബാക്കിയാകണമേ, ഇത് ആഖിറത്തിന്റെ വസ്തുവായി മാറണം. ഇതായിരിക്കും ഒരു മുഅ്മിനിന്റെ ചിന്ത. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് വളരെ വിലപ്പെട്ട ഒരു നിഅമത്താണ്. ഈ നിഅമത്ത് കൊണ്ട് നമുക്ക് ആഖിറത്തിൽ വലിയ നേട്ടങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും.
പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ മാസം, ഇതൊരു മുസ്ലിമീങ്ങൾ അവരുടെ സമ്പത്തിനെ ആഖിറത്തിന് വേണ്ടി ചെലവാക്കാൻ പറ്റുന്ന ഉയർന്നൊരു മാസമാണ്. പ്രത്യേകിച്ച് ഉളുഹിയ്യത്ത് എന്ന വലിയൊരു അമൽ നമ്മുടെ മുന്നിൽ വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. സുന്നത്ത് മുഅക്കദാണ്. ഹനഫി മദ്ഹബിൽ വാജിബാണ്. സുന്നത്ത് മുഅക്കദ് എന്ന് പറഞ്ഞാൽ വാജിബിന് തുല്യമാണ്. തങ്ങളുടെ മദീന ജീവിതത്തിൽ 10 വർഷവും തങ്ങൾ ചെയ്ത, സ്വന്തം കൈകൊണ്ട് ചെയ്ത ഒരു അമലാണ് ഉളുഹിയ്യത്ത്. വിശുദ്ധ ഖുർആനിൽ നമസ്കാരവുമായി ചേർത്ത് പറഞ്ഞൊരു അമൽ, ഫസല്ലി റബ്ബിക വൻഹർ. നമസ്കാരത്തിൽ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞു, വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. ഉളുഹിയ്യത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞു ശആഇരില്ലാഹ്, അല്ലാഹുവിന്റെ ശആഇറാൻ, ചിഹ്നമാണ്, ഒരു ചിഹ്നമാണ്. അല്ലാഹു തആല അവനിലേക്ക് ചേർത്ത് പറഞ്ഞൊരു അമലാണ് ഉളുഹിയ്യത്ത്. അതിൽ ധാരാളം പ്രതിഫലങ്ങൾ തങ്ങൾ അറിയിച്ചു. വലിയ ഉന്നതമായ ഒരു അമലാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉളുഹിയ്യത്ത് അത് ഉന്നതമായ ഒരു അമലാണ്. ഒരു മുസ്ലിം ഒരു ഉളുഹിയ്യത്ത്, ആ മൃഗത്തെ അറുത്ത് അതിൻ്റെ ഒരു രക്തം, ഒരു തുള്ളി അത് ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമയ്ക്ക് അള്ളാഹുവിന്റെ മുഹബ്ബത്ത് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഉയർന്ന അമലാണ്. പെരുന്നാൾ ദിവസം ഒരു മുസ്ലിം ചെയ്യുന്ന അമലിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമലാണ് അവൻ ബലി നൽകുക എന്നുള്ളത്. എന്നിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തങ്ങൾ പിന്നെ ചേർത്ത് പറഞ്ഞു, ഒരാൾ ഉദ്ഹിയ്യത്ത് അറക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഉന്നതമായ മറ്റൊരു പ്രതിഫലം, فإنها تأتي يوم القيامة بقرونها وأشعارها وأضلافها. ആ മൃഗത്തിന്റെ കൊമ്പും ആ മൃഗത്തിന്റെ കുളമ്പും ആ മൃഗത്തിന്റെ രോമങ്ങളും എല്ലാം ആൾ ആഖിറത്തിൽ കൊണ്ടുവന്ന് മീസാനിൽ തൂക്കപ്പെടുന്നതാണ്. മീസാൻ ആൾ ആഖിറത്തിൽ നാം കണ്ടുമുട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തങ്ങളോട് ചോദിച്ചു, നബിയെ, ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങയുടെ കുടുംബത്തിന്റെ ഓർമ്മയുണ്ടാകുമോ? ഇന്ന് ദുന്യാവിൽ ഞങ്ങൾ ഇണകളാണ്, ഭാര്യമാരാണ്. ഇനി നമ്മൾ ആഖിറത്തിൽ എത്തിക്കഴിയുമ്പോൾ അങ്ങക്ക് ഞങ്ങളുടെ ഓർമ്മയുണ്ടാകുമോ? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ആഖിറത്തിൽ 3 സ്ഥലങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട അപകടമുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഒരാൾക്കും മറ്റൊരാളുടെയും ഓർമ്മയുണ്ടാവുകയില്ല. അതിൽ ഒന്ന് തങ്ങൾ പറഞ്ഞ മീസാൻ. നന്മയും തിന്മയും തൂക്കുന്ന മീസാനിന്റെ മുന്നിൽ ഓരോ മനുഷ്യനും വളരെ വെപ്രാളത്തിലും അസ്വസ്ഥയിലുമായിരിക്കും. എന്റെ നന്മക്കായിരിക്കുമോ ഭാരം കൂടുതൽ, തിന്മക്കായിരിക്കുമോ ഭാരം കൂടുതൽ? ഉളുഹിയ്യത്തിന്റെ മഹത്വം തങ്ങൾ പറഞ്ഞത്, فإنها تأتي يوم القيامة بأشعارها بقرونها وأشعارها وأضلافها. അതിന്റെ കുളമ്പും അതിന്റെ എല്ലും അതിന്റെ രോമവും എല്ലാം കൊണ്ടുവന്ന് തൂക്കപ്പെടും. എത്ര വലിയ ഭാഗ്യമാണ്! അള്ളാഹുവിന്റെ എത്ര വലിയ കരുണയാണ്! ഈ ഹദീസിൽ കൂടി അള്ളാഹുവിന്റെ കാരുണ്യം കൂടി അറിയിക്കുകയാണ്. അടിമകൾ ചെയ്യുന്ന ചെറിയ നന്മയും ഉന്നതനായ അള്ളാഹു തആല അതിനെ വിലമതിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് ഷക്കൂർ. ഷക്കൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങേയറ്റം നന്ദിയുള്ളവൻ. അള്ളാഹു നമ്മളോട് നന്ദി കാണിക്കേണ്ട കടമയൊന്നുമില്ല. പിന്നെ അള്ളാഹു നന്ദിയുള്ളവനാണെന്ന് പറഞ്ഞാൽ അടിമയുടെ നന്മയെ അള്ളാഹു വിലമതിക്കും. അത് ചെറുതാകട്ടെ, വളരെ ചെറിയ നന്മയാണെങ്കിലും അള്ളാഹു അതിനെ വളരെ വലുതായി കണക്കാക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ ഖുർആനിലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഈ ആയത്ത് ഓതിയിട്ട് ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു കാരക്കയുടെ ഒരു കഷ്ണം, ചെറിയൊരു പീസ് അത് സദക്ക ചെയ്താൽ അതും നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ കാണാൻ സാധിക്കും. അത് വിട്ടുപോകുകയില്ല, ദുനിയാവിൽ ബാക്കിയാവുകയില്ല. അതും അല്ലാഹു തആല കൊണ്ടുവരും. അള്ളാഹുവിന്റെ കരുണയാണ്. ഞങ്ങൾ പറഞ്ഞു, ഒരടിമ സദക്ക ചെയ്തു ഒരു ഈന്തപ്പഴം, ബിഅദിൽ തംറ, ഒരു ഈന്തപ്പഴത്തിന് തുല്യമായ ഒന്ന് സദക്ക ചെയ്താൽ ഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനി, അല്ലാഹു തആല അവന്റെ വലത്തെ കൈകൊണ്ട് ആ സദക്ക അല്ലാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു വളരെ വിലമതിച്ച് അടിമയുടെ ചെറിയ ഒരു ഈന്തപ്പഴത്തെ അള്ളാഹു തആല സ്വീകരിക്കും. എന്നിട്ട് തങ്ങൾ പറഞ്ഞത് മാത്രമല്ല, ആ ചെറിയ അമലിനെ അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കും.
തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു ഒട്ടകത്തിന്റെ, ഒരു കുതിരയുടെ കുട്ടിയെ നിങ്ങൾ പരിപാലിച്ച് വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങൾ റബ്ബ് ആ ചെറിയ അമലിനെ വലിയ പ്രതിഫലമുള്ളതാക്കി മാക്കും. ഹത്താ മിസ്ലൽ ജബൽ, തങ്ങൾ പറഞ്ഞു ഹത്താ മിസ്ലൽ ജബൽ, ആ ചെറിയ ഈന്തപ്പഴത്തെ ഒരു പർവ്വതം പോലെയുള്ള നന്മയാക്കി അല്ലാഹു തആല മാറ്റും. അത് അല്ലാഹുവിന്റെ കരുണയാണ്. അല്ലാഹു തആല ഉളുഹിയ്യത്ത് ഒരമലാണ്, പക്ഷെ അല്ലാഹു തആല എത്ര കരുണയുള്ളവനാണ്. അതിന്റെ വേസ്റ്റായി പോകുന്ന മുടി, അതിന്റെ കുളമ്പ്, അതിന്റെ കൊമ്പ്, അതിന്റെ രക്തം, ഇതെല്ലാം നിജസാണ്. പക്ഷെ അതിനെയും അല്ലാഹു തആല പാഴാക്കുന്നില്ല. അതിനെയും ആഖിറത്തിൽ കൊണ്ടുവന്ന് മീസാനിൽ തൂക്കുകയാണ്. എന്റെ അടിമകൾ ആരും നഷ്ടപ്പെട്ടു പോകരുത് അല്ലാഹു ആഗ്രഹിക്കുന്നതിന്റെ പേരിൽ. ഉളുഹിയ്യത്തിന്റെ പ്രതിഫലം അതാണ്. രണ്ടാമത് തങ്ങൾ പറഞ്ഞു ഫഇന്നഹാ അലസ്സിറാത്തി മതായാകും. ഉളുഹിയ്യത്ത്, ആ മൃഗം നാളെ സിറാത്തിൽ നിങ്ങളുടെ വാഹനമായിരിക്കും. ആഖിറത്തിൽ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടമാണ് സിറാത്തിൽ കൂടി കടന്നു പോവുക എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യനും ഭയപ്പെടുന്ന സ്ഥലമാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ചോദിച്ചു, നബി തങ്ങളുടെ ഖാദിമായിരുന്നു, 10 വർഷം നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സഹാബിയാണ്. ചോദിച്ചു, നബിയെ, നാളെ ആഖിറത്തിൽ എത്തിയാൽ എനിക്ക് വേണ്ടി അങ്ങ് ശഫാഅത്ത് ചെയ്യണം. തങ്ങൾ പറഞ്ഞു, അനസേ, ഞാൻ നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാം. അനസ് വീണ്ടും ചോദിച്ചു, നബിയെ, ആഖിറത്തിൽ അങ്ങേ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ താങ്കളെ ഞാൻ എവിടെ അന്വേഷിക്കണം? താങ്കൾ ആഖിറത്തിൽ എവിടെയായിരിക്കും? തങ്ങൾ പറഞ്ഞു, അനസേ, എന്നെ നീ ആദ്യം അന്വേഷിക്കേണ്ടത് സിറാത്തിലാണ്. ഞാൻ സിറാത്തിന്റെ സമീപത്തുണ്ടാകും. കാരണം എന്റെ ഉമ്മത്ത് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രയാസകരമായ സ്ഥലമാണ് സിറാത്ത്. ഞാൻ അവിടെ ഉണ്ടാകും. എന്റെ റബ്ബിനോട് ദുആ ചെയ്യും, റബ്ബി സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹു എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്ന ദുആ ചെയ്തുകൊണ്ട് ഞാൻ സിറാത്തിൽ ഉണ്ടാകും. ആ ഉമ്മത്ത് കടന്നു പോകുന്ന വളരെ അപകടകരമായ സ്ഥലമാണ് സിറാത്ത്. അതുകൊണ്ടാണ് നബി തങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. ആ സിറാത്തിൽ ഫഇന്നഹാ അലസ്സിറാത്തി മതായാകും, ഈ ഉളുഹിയ്യത്തിന്റെ മൃഗം നാളെ സിറാത്തിൽ നിങ്ങൾക്ക് വാഹനമായിരിക്കും. മുൻഗാമികൾ ഏറ്റവും ഭയപ്പെട്ട സ്ഥലമാണ്. അബു മൈസറ എന്ന് പറയുന്ന താബി, അദ്ദേഹം വിരിപ്പിൽ രാത്രി കിടക്കാൻ വിരിപ്പിൽ വന്നാൽ അദ്ദേഹം പറയുമായിരുന്നു, യാ ലൈതനി ഉമ്മി ലം തലിദിനി, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്രയധികം കരയുന്നത്? നിങ്ങളെ കരയിപ്പിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, നാളെ ആഖിറത്തിൽ സിറാത്തിൽ കൂടി എല്ലാവരും കടന്നു പോകണം, ഞാനും കടന്നു പോകണം. എനിക്കറിയില്ല ഞാൻ കടന്നു പോകുമോ ഇല്ല എന്ന്. അതിനെക്കുറിച്ച് ചിന്തിച്ച് കരയുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ കരയുകയാണ്. ചില മുൻഗാമികളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്താ ചിരിക്കാത്തത്? നിങ്ങളുടെ മുഖത്ത് ചിരിക്കുന്ന അവസ്ഥ കാണുന്നില്ലല്ലോ, എപ്പോഴും എന്തോ ദുഃഖത്തിന്റെ ഭയത്തിന്റെ അവസ്ഥ നിങ്ങളുടെ മുഖത്ത്. മുൻഗാമികൾ പറഞ്ഞു, ഞാൻ എങ്ങനെ ചിരിക്കും? എന്റെ മുന്നിൽ സിറാത്താണുള്ളത്, എന്റെ മുന്നിൽ സിറാത്ത് കടന്നു പോകണം. അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ എങ്ങനെ ചിരിക്കാനാണ്? അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ വീട്ടിൽ ഭാര്യയുടെ മടിയിൽ തലവച്ച് കിടക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് കരഞ്ഞ് കണ്ണുനീര് ചാടാൻ തുടങ്ങി. ഭാര്യ ചിന്ത എന്ത് പറ്റുകൾ എന്ന് കരയിപ്പിക്കുന്ന കാര്യം വേണ്ട. നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അതെന്നെ ചിന്തിപ്പിച്ചു. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖദിയ്യ. അല്ലാഹു തആല പറയും, വഇൻ മിൻകും, നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായും നാളെ നരകത്തിന് മുകളിൽ നാട്ടുന്ന സിറാത്തിൽ കൂടി കടന്നു പോകണം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്റെ അവസ്ഥ എന്തായിരിക്കും? സഹാബി അബ്ദുല്ലാഹ് റവാഹ പറയുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ് എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും ഭയാനകരമായ സിറാത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ മതായാകും അലസ്സിറാത്ത്, നിങ്ങളുടെ ഉളുഹിയ്യത്തിന്റെ മൃഗം ആ സിറാത്തിൽ നിങ്ങളെ കൊണ്ട് സഞ്ചരിക്കുന്നൊരു വാഹനമായിരിക്കും. മനുഷ്യൻ നാളെ ആഖിറത്തിൽ 2 നിലയിൽ വരും. ഒന്ന്, നന്മ അവനെ ചുമന്നുകൊണ്ടുവരും. ചിലർ തിന്മയെ അവർ ചുമന്നുകൊണ്ടുവരണം. ചിലരെ നന്മ ചുമന്നുകൊണ്ടുവരും, മറ്റു ചിലരാകട്ടെ തിന്മയെ ചുമന്നുകൊണ്ടുവരണം. അതിൽപ്പെട്ട നന്മ ചുമക്കുന്നവൽപ്പെട്ടാണ് ഉളുഹിയ്യത്തിന്റെ മൃഗം നമ്മളെയും കൊണ്ട് ചുമന്നുകൊണ്ട് നമ്മളെയും കൊണ്ട് സിറാത്ത് കടന്നു പോകും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഉളുഹിയ്യത്ത് ഒരാൾ നല്ല മനസ്സോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചു നടത്താൽ ഫകാനത ലഹു ഹിജാബൻ മിനൻ നാർ, ആ മൃഗം നാളെ നരകത്തിൽ അവന് തടസ്സമായി തീരും. നരകത്തിൽ പോകാതെ അവനെ തടയാൻ അത് ആ മൃഗം കാരണമായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഈ ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ പ്രതിഫലം? തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ സുന്നത്താണ്. ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്,
അത് ഞങ്ങൾ അറത്താൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ശരിയാണ്, ഇബ്രാഹിം നബിയുടെ സുന്നത്താണ്, പക്ഷെ അത് ഞങ്ങൾ ചെയ്ത ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ്? തങ്ങൾ പറഞ്ഞു ബികുല്ലി ശഅറത്തിൻ ഹസന, ബികുല്ലി ശഅറത്തിൻ ഹസന, ആ മൃഗത്തിന്റെ ഓരോ രോമത്തിനും നിങ്ങൾക്കൊരു നന്മ ഇതുന്നതാണ്. ഒരു മൃഗത്തിൽ എത്ര രോമമുണ്ടെന്ന് ആർക്കാണ് എണ്ണാൻ സാധിക്കുക? അടിമകളെ കൊണ്ട് സാധിക്കാത്ത പ്രതിഫലം അള്ളാഹു നൽകുകയാണ്. ബികുല്ലി ശഅറത്തിൻ ഹസന, ആ മൃഗത്തിൽ എത്ര രോമമുണ്ടോ ഓരോ രോമത്തിനും എണ്ണമാക്കി അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ദുന്യാവിൽ നിൽക്കുമ്പോൾ ഇത് മനസ്സിലാവുകയില്ല. ആഖിറത്തിലേക്ക് ഒരു അടിമ എത്തുമ്പോഴാണ് ഈ പ്രതിഫലത്തിന്റെ രോമത്തിന് എണ്ണത്തിന്റെ നന്മ ലഭിക്കുമെന്ന് പറഞ്ഞതിന്റെ പ്രയോജനം മനസ്സിലാകുന്നു. കാരണം ചില മനുഷ്യർ ആഖിറത്തിൽ നഷ്ടവാളികൾ ഒരു നന്മയുടെ കുറവായിരിക്കും. ഹദീസിൽ വരുന്നുണ്ട്, ഒരു മനുഷ്യന് നന്മയും തിന്മയും തൂക്കുമ്പോൾ ഒരു നന്മ കുറഞ്ഞുപോയി, ആ മനുഷ്യൻ ഒരു നന്മയ്ക്ക് വേണ്ടി മഹ്ശറിൽ ചുറ്റിത്തി നടക്കും. അവന്റെ മകനെ കണ്ടുമുട്ടും, ആ മകനോട് ചോദിക്കും, ഞാൻ നിന്റെ വാപ്പയാണ്, നിനക്ക് ദുന്യാവിൽ ഇന്നത് നൽകി, എല്ലാം ഉപകാരിച്ചത് വാപ്പയാണ്, അതുകൊണ്ട് ഇന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്, നീ എന്നോട് കരുണ കാണിക്കണം, നിന്റെ നന്മയിൽ നിന്നും ഒരു നന്മ നീ എനിക്ക് നൽകണം. ആ മകൻ പറയും, വാപ്പ പറഞ്ഞതെല്ലാം സത്യമാണ്, ഉപകാരം വാപ്പ ചെയ്തും സത്യമാണ്, പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ എന്നെക്കുറിച്ച് ഭയപ്പെടുകയാണ്, ഒരു നന്മ പോലും എനിക്ക് നൽകാൻ സാധിക്കില്ല. അന്നത്തെ ദിവസം ഈ ഉലഹിയത്തിന്റെ രോമത്തിനനുസരിച്ച് നന്മ ലഭിക്കുമെന്ന് പറഞ്ഞൊരു പ്രതിഫലം മനസ്സിലാക്കും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തആല ഉദ്ധരിക്കുന്നു, ഒരു മനുഷ്യൻ ആഖിറത്തിൽ ആ മനുഷ്യന്റെ നന്മയും തൂക്കുമ്പോൾ തുല്യമാകും, നന്മ കൂടുതലുമില്ല, തിന്മ തുല്യമാകും, സ്വർഗത്തിൽ പോകാൻ സാധിക്കുക. ഒരു നന്മയെങ്കിലും കൂടിയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ആ മനുഷ്യൻ മഹ്ശറിൽ ചുറ്റി നടക്കും. അപ്പോൾ മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടും. ചോദിക്കും, നീ എന്തിനാണ് നീ അസ്വസ്ഥമായി ഓടി നടക്കുന്നത്? പറയും, എനിക്കൊരു നന്മ കൂടി ലഭിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും. അപ്പോൾ ആ മനുഷ്യൻ പറയും, എന്റെ നന്മയും തൂക്കിയപ്പോൾ എനിക്ക് ആകെ ഒരൊറ്റ നന്മയേ ഉള്ളൂ, എനിക്കെന്തായാലും സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല, അതുകൊണ്ട് എന്റെ ഈ ഒരു നന്മ നീ എടുത്തുകൊള്ളിൻ, എന്നിട്ട് നീ സ്വർഗത്തിൽ പോയിക്കൊള്ളിൻ. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തസ്കിറയിൽ ഉദ്ധരിക്കുന്നു, അല്ലാഹു തആല ഇടപെടും. അല്ലാഹു തആല പറയും, നീ ഇത്രയും ധർമ്മം ചെയ്യുന്നെങ്കിൽ നിന്റെ ഉടമസ്ഥനായി ഞാൻ എത്ര കരുണ കാണിക്കണം, അതുകൊണ്ട് നീ നിന്റെ സഹോദരനെ പിടിച്ചുകൊണ്ട് നീ സ്വർഗത്തിൽ പോയിക്കൊള്ളി, രണ്ടുപേരും സ്വർഗത്തിൽ പോയിക്കൊള്ളി. അത് ഒരു നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ ഓടുന്ന സ്ഥലമാണ് മഹ്ശറ. അന്ന് മനസ്സിലാകും ഉലഹിയത്തിന്റെ മൃഗത്തിന്റെ ഓരോ രോമവും നന്മയാകുന്നതിന്റെ പ്രതിഫലം. അന്ന് മനസ്സിലാകും ഓരോ രോമത്തിനനുസരിച്ച് പ്രതിഫലം എത്ര വലിയ പ്രതിഫലമാണ്. ഉലഹിയത്ത് ഇത് വലിയ ഉന്നതമായ പ്രതിഫലം നൽകുന്ന ഒരു അമലാണ്, ഉന്നതമായ പ്രതിഫലം നൽകുന്ന ഒരു അമലാണ്, ദുന്യാവിന്റെ മുസീബത്തുകൾ തടയുന്ന ഒരു അമലാണ്. ശൈത്താൻ പറയും, ഇപ്പൊ ടൈറ്റാണ്, കച്ചവടം നടക്കുന്നില്ല, ബുദ്ധിമുട്ടാണ്, വീടിന്റെ പണിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, സന്മാർ ഈ അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുകയില്ല, ഇതിന് സമയമുണ്ട്, പിന്നെ ചിലവഴിച്ചാൽ പ്രതിഫലം ലഭിക്കുകയില്ല. നമ്മൾ നമ്മുടെ പ്രയാസവും പട്ടിണിയും പറഞ്ഞ് ഉൽഹിയ്യത്ത് എന്ന അമലിൽ നിന്ന് പിന്മാറുന്നെങ്കിൽ ദാ ഈ കുടുംബത്തിന്റെ ചരിത്രവും നോക്കി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബം, അവർ എത്ര പട്ടിണിയിലാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പട്ടിണിയും ദുനിയാവിൽ ആരനുഭവിക്കുന്നത്? അലി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരിക്കൽ എന്റെ വീട്ടിൽ ദിവസങ്ങളായി പട്ടിണിയിലാണ്, കഴിക്കാൻ ഒന്നുമില്ല. അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു ദിർഹം വഴിയിൽ കിടക്കുന്നു. ഞാൻ എന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഓർത്ത് അല്പസമയം നിന്ന് ആ ഒരു ദിർഹം ഞാൻ എടുത്തു. അലി റളി പറയാൻ, എന്നിട്ട് ഞാൻ നേരെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. നബി, ഞാൻ നടന്നു പോകുമ്പോൾ വഴിയിൽ കിടന്ന ഒരു ദിർഹം ലഭിച്ചു. ഞാൻ എന്റെ പ്രയാസവും ബുദ്ധിമുട്ടും പട്ടിണിയും ചിന്തിക്കുകയും സഹിക്കാൻ പറ്റാതെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിർഹം ലഭിച്ചത് ഞാനത് എടുത്തു. നബിയെ, ഇതെന്താ ചെയ്യേണ്ടത്? തങ്ങൾ പറഞ്ഞു, അലിയെ, അത് ആരുടെയും നഷ്ടപ്പെട്ടു പോയ ദിർഹമല്ല, നിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കി അള്ളാഹു നിനക്ക് നൽകിയ അള്ളാഹിന്റെ റിസ്കാണ്, നീ അത് ഉപയോഗിച്ചുകൊള്ളി. അത്രയും പട്ടിണി അനുഭവിക്കുന്ന ഒരു കുടുംബം. ഫാത്തിമ റളിയല്ലാഹു തആലയെ പറ്റി ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു പറയുന്നു, ഒരിക്കൽ നബി തങ്ങളുടെ സദസ്സിൽ വന്നു. അവരുടെ ശരീരത്തിലെ രക്തം വറ്റി ശരീരം മഞ്ഞ നിറമായിരുന്നു. മുഖം നേരെ പിടിക്കാൻ പറ്റാത്തതിന് അത്രയും ക്ഷീണമായിരുന്നു. തങ്ങളുടെ പരിശുദ്ധ കൈകൊണ്ട് താടിയിൽ പിടിച്ച് അല്പം പൊക്കിയിട്ട് നബി തങ്ങൾ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു. മോളെ ഫാത്തിമ, നീ ക്ഷമിക്കും, നിന്റെ ദുന്യാവിന്റെ പ്രയാസങ്ങൾ മാറുന്നതാണ്. ഇത്രയും ബുദ്ധിമുട്ടുന്ന കുടുംബം ലോകത്താരാണുള്ളത്? ആ കുടുംബം അവർ ഉൽഹിയ്യത്ത് അറുത്തു. നബി തങ്ങൾ പറഞ്ഞു, യാ ഫാത്തിമ ഖൂമി ഇലാ ഉൽഹിയ്യതികി, ഏ ഫാത്തിമ, നീ നിന്റെ ഉൽഹിയ്യത്ത് അമൽ നീയും പങ്കെടുക്കിൻ. കാരണം അതിൽ പങ്കെടുത്താൽ അതിന് കാരണമായി നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും.
അലി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞാൻ എല്ലാ വർഷവും 2 ആടുകളെ ഞാൻ ഉളഹീത്ത് അറുക്കുമായിരുന്നു. ഒന്ന് എനിക്ക് വേണ്ടി, ഒന്ന് എന്റെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി. തങ്ങൾ എന്നെ വസിയത്ത് ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ തങ്ങൾക്ക് വേണ്ടി മറക്കുമായിരുന്നു. ഫലാ അദ്ഉഹു അബദാ, ഇനി ഒരിക്കൽ ഞാൻ അത് ഉപേക്ഷിക്കുകയുമില്ല. ഇത്രയും പട്ടിണി കിടക്കുന്ന ഈ കുടുംബം ഉളഹീത്ത് അറുത്തുവെങ്കിൽ നമ്മൾ എങ്ങനെ അറക്കാതിരിക്കും? നാളെ അല്ലാഹു നമ്മൾ എന്ത് മറുപടി പറയും? നമുക്ക് അല്ലാഹു എന്തെല്ലാം സൗകര്യങ്ങളാണ് നൽകിയത്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണിപ്പോൾ. ഈ സമയത്ത് നമ്മൾ പിശുക്ക് കാണിച്ചാൽ, നമ്മുടെ സമ്പത്തിന് ചുരുട്ടി പിടിച്ചാൽ, നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങൾ ഓർത്ത് നമ്മൾ സമ്പത്തിന് ചെലവഴിക്കാതിരുന്നാൽ വലിയ നഷ്ടമായിരിക്കും, വലിയ നഷ്ടമായിരിക്കും. മുൻഗാമികൾ പറയുമല്ലോ, മനുഷ്യരിൽ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു കടം ചോദിച്ചിട്ട് കൊടുക്കാത്തവനാണ്. അള്ളാഹു അതിന് പകരം നൽകും നിനക്ക്. നീ എന്തിനാ ഭയപ്പെടുന്നത്? അള്ളാഹുവാണ് കടം ചോദിക്കുന്നത്. ഈ അള്ളാഹു കൊടുക്കാൻ തയ്യാറല്ല, ഭയപ്പെടുന്നുവെങ്കിൽ നീ ഏറ്റവും വലിയ പിശുക്കനാണ്. അൽ ബഖീലു ഖാസിനു വറസതി. പിശുക്കൻ എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ ഇതാണ്. അവൻ തന്റെ അനന്തരവാസികളെ സമ്പത്തിനെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. അവനൊരു പ്രയോജനവുമില്ല. അവൻ ചെലവഴിക്കാതെ ഇങ്ങനെ കൂട്ടിവെക്കും. പെട്ടെന്ന് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകും. ആ സമ്പത്ത് തന്നെ മക്കൾ ഉപയോഗിക്കും. അവനൊരു പ്രയോജനവുമില്ല. ചില ആളുകളാണ് ആഖിറത്തിൽ ഏറ്റവും ദുഃഖിതരായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് ഒരു സമ്പന്നനാണ്. അള്ളാഹു സമ്പത്ത് നൽകി, സൗകര്യം നൽകി, അവൻ അതിന് ദീനിന് ചെലവഴിക്കുന്ന അവസരം ഒന്നും ചെലവഴിക്കാതെ പിടിച്ചു വച്ചു. അവൻ മരണപ്പെട്ടു പോയി. അവന്റെ മക്കൾക്ക് സമ്പത്ത് ലഭിച്ചു. അവർ അതിനെ ദീന്റെ വഴിയിൽ ചെലവഴിച്ചു. അവർ വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കി. അവൻ ഖേദിക്കുന്ന ആൾ ആഖിറത്തിൽ, എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചില്ലല്ലോ. അള്ളാഹു നൽകുന്ന സമ്പത്ത് ഇതൊരു നിഅമത്താണ്. ഈ നിഅമത്തിനെ അള്ളാഹു നൽകിയത് ദുനിയാവിന്റെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാൻ മാത്രമല്ല, മറിച്ച് ഇതിനെ ആഖിറത്തിന്റെ വസ്തുവാക്കി മാറ്റണം. അതിനു പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വരുന്ന സമയം. ഉദ്ഹിയ്യത്തിന്റെ അമലിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് സാധിക്കുന്ന നിലയിൽ, ഇത് സക്കാത്ത് നിർബന്ധമായവർ മാത്രം ചെയ്യേണ്ട ഒരു അമലല്ല, ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട. എത്രയോ വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് ചെയ്യേണ്ട ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് ചെയ്താലേ പ്രതിഫലം ലഭിക്കുകയുമുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധ അതിലേക്ക് തിരിക്കേണ്ട സമയമാണ്. ഓരോരുത്തരും ഉദ്ഹിയ്യത്തിന് വേണ്ടി തന്റെ സമ്പത്തിനെ ചെലവഴിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.